അപ്പോൾ അങ്ങനെ ഒരുപാട് പഴുത്തു പോയ പഴം നമുക്ക് അത് വെച്ച് എങ്ങനെ ഒരു ജാം രൂപത്തിൽ ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പഴം വാങ്ങിക്കുമ്പോഴേ ധാരാളം പഴം അധികം വന്നിട്ട് കറുത്തൊക്കെ പോകാറില്ലേ, തൊലിയൊക്കെ കറുത്ത്. പിന്നെ വാങ്ങിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഒരു ഡോട്ട് കറുപ്പ് വന്നാലും ചില പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പഴുത്ത് പോയ പഴം നമുക്ക് അത് വെച്ച് എങ്ങനെ ഒരു ജാം രൂപത്തിൽ ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ വേസ്റ്റ് ആക്കാതെ ഇപ്പം പഴുത്തങ്ങ് നശിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ തൊലി മാത്രമേ ശരിക്കും അത് പഴുത്തിങ്ങനെ പോയി കാണത്തുള്ളൂ, നശിച്ചു പോകത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ആ പൾപ്പ് ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല, ചീത്തയായി പോകത്തില്ല. അപ്പോൾ നമ്മളിത് കൊണ്ട് നേരെ ആരും കാണാൻ കൊണ്ട് നമ്മൾ വേസ്റ്റ് കുട്ടയ്ക്കകത്തങ്ങ് കളയും. അപ്പോൾ ഇനി അത് ദൈവത്തെ ഓർത്ത് ആരും കളയരുതേ. ഇതുപോലൊരു ജാമാണോ എത്ര ടേസ്റ്റായിട്ട് നമുക്ക് പായസത്തിൻ്റെ കൂടെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ഇലയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ, കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ അതിനെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് നമുക്ക് ഓരോ സംഭവങ്ങളും 4 മണി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ എല്ലാം നശിപ്പിക്കാതെ നമ്മൾ എങ്ങനെയാണ് അതിനെ സുരക്ഷിതമാക്കി കുപ്പിയിൽ അടച്ചു വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിനാവശ്യമുള്ളത് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പം 4 പഴം റോബസ്റ്റയാണ്, എന്നിട്ട് 1 ഉണ്ട ശർക്കര, പിന്നെ നമുക്ക് നെയ്യാണ് ആവശ്യം. അപ്പം നെയ്യും നമ്മൾ ആവശ്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മളിതിപ്പം ഇതിനെ ഈ തോലെല്ലാം കളഞ്ഞിട്ട് നമ്മൾ മിക്സിയിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പഴത്തിൻ്റെ തൊലി കണ്ടിട്ടാണല്ലോ എല്ലാം എടുത്ത് കളയാറുള്ളത്. പക്ഷെ അതിന് ഉള്ളു കണ്ടോ, നല്ല കളറിൽ തന്നെ, കുറച്ച് നല്ല പഴുത്തു എന്നേ ഉള്ളൂ, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ അമ്മമാരൊക്കെ ആണെങ്കിൽ എടുത്ത് കഴിക്കും, മറ്റുള്ളവരെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഉള്ളവരെങ്കിലും അത് കളയാതെ ഇതുപോലെ അതിനെ നമുക്ക് ഉപയോഗമുള്ളതങ്ങ് മാറ്റിയെടുക്കുക. ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഈ പരുവത്തിൽ നമ്മളിപ്പോൾ അരച്ചെടുക്കണം. എല്ലാം ഒരുപോലെ ആയി വരാൻ വേണ്ടിയാണ് ഞാൻ മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുത്തത്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പകുതിയായിട്ടൊക്കെ കിടക്കും, അങ്ങനെ പാടില്ല. അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഇവിടായി ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത്രയും മതി. എന്നിട്ട് ഇത് അവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് ഉരുക്കി ചേരട്ടെ. ഒരുപാട് മധുരം ഒന്നും ഇതിന് ചേർക്കണ്ട. കാര്യം ഈ പഴത്തിന് തന്നെ ഒരുപാട് പഴുത്തതായതുകൊണ്ട് നല്ല മധുരമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്താൽ മതി. ഇത് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ഒരു ജാമായിട്ട് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും നല്ലതായിട്ട് ബ്രെഡിലൊക്കെ തേച്ച് തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരിക്കും. പഴത്തിൻ്റെ ആ പൾപ്പും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും 1 സ്പൂണ് നെയ്യും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വരട്ടി ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വരണ്ട് വരണം. ഇതിപ്പോൾ ചൂട് നല്ല കട്ടിയുള്ള ഇതിലിട്ടാണ് നമ്മളിതെല്ലാം ശരിയാക്കേണ്ടത്. അല്ലാതെ കട്ടി കുറഞ്ഞതിൽ ഒരിക്കലും ഇതിട്ട് വരട്ടാൻ എടുക്കരുത്. ശരിക്കും നമ്മൾ അലുവയൊക്കെ വരട്ടുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഇത് ശരിക്കും എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവൾ എനിക്ക് ബ്രെഡ് കൂട്ടി തന്ന ഒരു സംഭവമാണ്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വിചാരിച്ച ജാമായിരിക്കുമെന്ന്. ചോദിച്ചപ്പോഴാണ് പറയുന്നത് ജാമല്ല, ഇങ്ങനെ വേസ്റ്റാകുന്ന പഴങ്ങൾ വെച്ച് അവൾ ചെയ്ത കാര്യങ്ങളാണ് എനിക്കിഷ്ടപ്പെട്ടത്. അങ്ങനെ ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങളെ. കണ്ടോ, ഈ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ മാറ്റാം. ഈ രൂപത്തിലാകുമ്പോൾ ബ്രെഡിലൊക്കെ തേച്ച് നമുക്ക് കഴിക്കാൻ നല്ലതായിരിക്കും. ഒരുപാട് കട്ടിയായ പാടല്ലേ തേക്കാനായിട്ട്. പിന്നെ അത് മാത്രവുമല്ല, ഇതിപ്പോൾ വീട്ടിലെ ഇപ്പോൾ റോബസ്റ്റ് മാത്രമല്ല, നമുക്ക് ഏത്തപ്പഴം മറ്റെന്ത് പഴം ആയിക്കോട്ടെ നിങ്ങൾ ഈ രൂപത്തിലൊന്ന് ആക്കി വെക്കുക. ഇതിപ്പം നന്നായിട്ട് വരട്ടിയെടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു അലുവയായി മാറിയത്. പഴം കൊണ്ടൊരു അലുവ അങ്ങനെ നമുക്ക് ആക്കാം. പിന്നെ ഇത് പായസത്തിൽ മിക്സ് ചെയ്യാം. പിന്നെ വന്നിട്ട് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുമ്പോഴേ, കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോഴേ അതിനകത്തൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഇതിനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സ്വീറ്റാക്കി മാറ്റാം. അല്ല, ഞാനിപ്പോൾ ഇത്രയും ആക്കി എടുക്കുകയാണ്, എനിക്കിത് മതി. അപ്പോൾ ഞാനിതിവിടെ വെച്ച് നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും, നിങ്ങളുടെയൊക്കെ വീടുകളിൽ പഴം വേസ്റ്റായി പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ വരട്ടി നല്ലൊരു നമുക്ക് കഴിക്കാൻ പരുവത്തിനുള്ളതാക്കി മാറ്റുക. ഇത് ഓഫ് ചെയ്യാണ്.
ഇത് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിനെ ഒരു കുപ്പിയിലാക്കി അങ്ങോട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കും. പിന്നെ അതിന് ആവശ്യത്തിന് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് എടുക്കാം. നമുക്കിതിപ്പം ഒരു തണുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് എൻ്റെ ആവശ്യത്തിന് ഞാൻ ബ്രെഡിലോട്ട് തേച്ചിട്ടൊക്കെ ഉള്ളൂ. ബാലൻസ് ഉള്ളതേ ഞാൻ എടുത്ത് വെക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാം എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അടിപൊളി. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആ തിളച്ച് വരുന്ന സമയം കുറച്ച് ഏലക്കപ്പൊടിയും ചുക്കോ അങ്ങനെയൊക്കെ എന്ത് വേണേലും ഇതിനകത്ത് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്വാദായിരിക്കും. അങ്ങനെ നല്ല പഞ്ഞി പോലത്തെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കണ്ട ജാം. ശരിക്കും നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇതുപോലെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വേണം തിന്നാനായിട്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്നുള്ള ജാമുകളൊന്നും വാങ്ങിക്കേണ്ട. കുട്ടികൾക്കായാലും വലിയവർക്കായാലും വേറെ അസുഖങ്ങളൊന്നും വരില്ല. വേണമെങ്കിൽ ഇതിന് മണ്ടയിലൊക്കെ വെക്കാൻ കേട്ടോ, പക്ഷേ എനിക്ക് വേണ്ട. എന്ത് പഞ്ഞിയാണെന്നറിയാം ഈ ഒരു ബ്രെഡ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസിനെ ഞാനിവിടെ ഇതുപോലത്തെ കുപ്പി ഉണ്ടല്ലോ, ഈ കുപ്പിയിലാക്കി അങ്ങ് അടച്ച് വയ്ക്കും. ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരിലും ഒന്ന് എത്തിക്കുന്നത് നല്ലതായിരിക്കും. ഇത് മിക്ക ആൾക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം. അതുകൊണ്ട് എല്ലാവരിലും ഈ വീഡിയോ ഒന്ന് എത്തിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. താങ്ക്